അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക കേട്ടോ. ക്രിസ്മസ് വന്നില്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പള്ളിയിലൊക്കെ പോകണം, പിന്നെ അവർ കൂട്ടുകാർ വീട്ടിൽ ഇരുന്ന് കളിക്കുകയാണ്, അതിൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എപ്പോഴും ഞാൻ വീട് വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് റിലാക്സ് ആവും, ഹാപ്പിയാവും. കഷ്ടപ്പാടാണ് അത്, എങ്കിലും ചെയ്യാൻ പറ്റുന്ന അങ്ങ് അപ്പം ചെയ്താൽ തീരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എൻ്റെ ഒരു വഴുതനങ്ങ എടുത്ത് ചിക്കൻ മെഴുക്ക് പുരട്ടാൻ, മീൻ ഉണ്ട്, മീൻ കറിയുടെ ചാറൊക്കെ റെഡി ആവുന്നു. ശരിക്കും ഞാൻ ഇത് എടുത്ത് കറിയൊക്കെ ആക്കിയിട്ടോ. തലേദിവസത്തൊക്കെ ഇത്തിരി ഇരിപ്പുണ്ട്, മെഴുക്ക് പുരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ താളിയൊക്കെ ഇട്ട് നിൽക്കുക. പിന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ കരുക്ക് തീരുന്നിടം വരെ കരുക്കുണ്ടാവും, അത് കഴിക്കുകയാണ് കേട്ടോ. അത് നല്ലതല്ലേ, നമുക്ക് വെറുതെ കിട്ടുന്നതൊക്കെ നമ്മൾ കഴിക്കാമല്ലോ, അതിപ്പോൾ എന്നാ ചെയ്യുക. അപ്പോൾ മീൻകറിയും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും അച്ചാറും എല്ലാം കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പോരുന്നോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വീടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക കേട്ടോ. പ്ലീസ് സപ്പോർട്ട് തരണേ. ഒരുപാട് കറിയൊന്നുമില്ല, ഇന്നലത്തെ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ബാക്കിയെല്ലാം ഞാൻ ഇന്ന് വെച്ചതാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് സപ്പോർട്ട് തരണേ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് വലിയ കണ്ടന്റ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാട്ടോ.